ഇന്ത്യയുടെ AMCA പ്രോജക്റ്റ് അതീവ രഹസ്യ സ്വഭാവം പുലർത്തുന്നത് തുടരുകയാണ് എന്ന് മാത്രമല്ല ലോകത്തിനെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത ഏതാനും നാളുകൾക്കുള്ളിൽ ചിലപ്പോൾ നമുക്ക് കേൾക്കാനും കഴിഞ്ഞേക്കും. ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായിട്ടുള്ള AMCA പ്രോജക്റ്റിൽ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ് പ്രതിരോധ മന്ത്രാലയം വരും ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് മെയ് 27-ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം 15,000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന AMCAയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനായിട്ട് 3 മുൻനിര സ്വകാര്യ കമ്പനികളുടെ കൂട്ടായ്മകൾക്ക് ഔദ്യോഗിക ടെൻഡർ നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു യുദ്ധവിമാന പ്രോജക്റ്റിൽ നിന്ന് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണ പങ്കാളിത്തം നൽകുന്നത്. ഇതിനു മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ചൈനയും ഇതേ മാർഗം പരീക്ഷിച്ച് വിജയിപ്പിച്ച രാജ്യങ്ങളാണ്. ഇന്ത്യ വളരെ വൈകിയാണെങ്കിലും ഈ നമ്മുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മോദി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് സ്വകാര്യ കമ്പനികളെ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ ആയുധ നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ന് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ അതിവേഗത്തിൽ വളരുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓൺഡ് കമ്പനികൾക്കൊപ്പം തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് കൂടി വന്നതുകൊണ്ടാണ്. ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ഈ സ്വകാര്യ കമ്പനികളെ കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ലോകത്ത് ആയുധ വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ ഒരു പങ്കും അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും നിർമ്മിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അമേരിക്കയുടെ ഒട്ടുമിക്ക ആയുധങ്ങളും സ്വകാര്യ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് HAL പോലെയുള്ള ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഓൺഡായിട്ടുള്ള കമ്പനികളെ മാത്രം ആശ്രയിച്ചു പോകുന്നതിൽ നിന്ന് വഴിമാറിയിട്ട് ഇപ്പോൾ സ്വകാര്യ കമ്പനികളെ കൂടി രംഗത്ത് കൊണ്ടുവന്നതോടെ പ്രതിരോധ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട പ്രധാന കമ്പനികൾ എന്ന് പറയുന്നത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സഖ്യം, അതുപോലെ ഭാരത് ഫോർജ് BEML സഖ്യം. അങ്ങനെ 3 ഗ്രൂപ്പുകളെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു പ്രോട്ടോടൈപ്പിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യങ്ങളും ടൈം ലൈനും വളരെ പ്രധാനമാണ്. ഈ ഒരു ടെൻഡർ വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ കമ്പനി DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായിട്ട് ചേർന്നായിരിക്കും പ്രവർത്തിക്കുക. പ്രോട്ടോടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ പറക്കാൻ കഴിയുന്ന 5 പ്രോട്ടോടൈപ്പുകളും പരീക്ഷണങ്ങൾക്കായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ മോഡൽ നിർമ്മിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ആന്ധ്രാപ്രദേശിൽ പുതിയതായി തറക്കല്ലിട്ട 650 ഏക്കറിലുള്ള കോർ ഇന്റഗ്രേഷൻ ആൻഡ് ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് സെന്ററിൽ വെച്ചായിരിക്കും ഇവയുടെ നിർമ്മാണവും പരീക്ഷണങ്ങളും നടക്കുക. ടെൻഡർ നടപടികൾ അടുത്ത 4-5 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 30 മാസത്തിനുള്ളിൽ ആദ്യ പറക്കൽ നടത്തണമെന്നാണ് നിർദ്ദേശം. 2028-29 ആദ്യ ഫ്ലൈറ്റ് പരീക്ഷണവും 2033-35 വ്യോമസേനയുടെ ഭാഗമായിട്ട് മാസ് പ്രൊഡക്ഷനും നടത്തുക എന്നതാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് വളരെ മുമ്പേ തന്നെ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇതെല്ലാം യാഥാർത്ഥ്യമാകാനും സാധ്യതയുണ്ട്. Su-30 MKI ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകളിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള HAL-നെ മാറ്റി സ്വകാര്യ കമ്പനികളെ കൂടി ഇതിന്റെ നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ ശരിക്കും ഉൽപാദന ക്ഷമത കൂട്ടുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട്. നാളെ ഇന്ത്യ റഷ്യയുടെ Su-57 പോലെയുള്ള എയർക്രാഫ്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണ ചുമതല സ്വാഭാവികമായി HAL-ന് തന്നെയായിരിക്കും. സോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ തന്ത്രപരമായിട്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികളെ ഇപ്പോൾ ടെൻഡർ പ്രകാരം ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മികച്ച ഒരു കമ്പനി ആയിരിക്കും ഇന്ത്യ ഫൈനൽ ആയിട്ടുള്ള ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. സ്വകാര്യ കമ്പനികളെ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് ശരിക്കും ഇതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ ഇതിന്റെ ടെക്നോളജിയോ പൂർണ്ണമായ തോതിൽ സ്വകാര്യ കമ്പനികൾക്ക് നൽകാനും പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും പൂർണ്ണമായിട്ടും ഈ കമ്പനികളുടെ പ്രവർത്തനം ഉണ്ടാവുക. എന്ന് മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അത് ആർക്കാണ് എന്നുള്ളത്. വിമാനം നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനിയാണെങ്കിലും ഇതിന്റെ ഡിസൈൻ അവകാശങ്ങളും IPR-ഉം അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ തന്നെയായിരിക്കും. വിമാനത്തിന്റെ ഡിസൈനും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള DRDO നിബന്ധനകളോടെ ആയിരിക്കും സ്വകാര്യ കമ്പനിക്ക് കൈമാറുക. ഈ പ്രോട്ടോടൈപ്പ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള 15,000 കോടി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ് അനുവദിച്ചിരിക്കുന്നത്.
പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സാങ്കേതിക ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അതിന്റെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമാണ് വിമാനത്തിന്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും തയ്യാറാക്കുന്നത്. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ മാത്രം ഉൽപാദനത്തിന് ആശ്രയിക്കാതെ L&T പോലെ അല്ലെങ്കിൽ ടാറ്റ പോലെ വലിയ പവറുള്ള മാൻ പവറുള്ള എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് മാസ് പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് കഴിയും. ഇപ്പൊ AMCA തന്നെ 1, 2, 3 എണ്ണം നമുക്ക് മതിയാവില്ല. നമുക്ക് നിരവധി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ HALനെ സംബന്ധിച്ച് നിരവധി പ്രോജക്റ്റുകളിൽ ഓൾറെഡി അവർ കമ്മിറ്റഡ് ആണ്. ഇനി പുതിയ പ്രോജക്റ്റുകൾ വരാനും പോകുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ യുദ്ധവിമാന നിർമ്മാണ പദ്ധതികളിലൊക്കെ HAL പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പ്ലേയേഴ്സിനെ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും തന്ത്രപരമായ ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് പഴി കേൾക്കുന്ന ഒരു സ്ഥാപനമാണ് HAL. HALനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർഡറുകളുടെ അമിതഭാരം താങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നിലവിൽ അവരുടെ വാർഷിക വരുമാനത്തിന്റെ 8 ഇരട്ടിയോളം വരുന്ന ഭീമമായ ഓർഡറുകൾ ബാക്കി കിടക്കുകയാണ്. വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള 180ലധികം തേജസ് MK-1A വിമാനങ്ങൾ, വരാനിരിക്കുന്ന തേജസ് MK-2 വിമാനങ്ങൾ, വിവിധ തരം ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ നിർമ്മാണ ചുമതലകളെല്ലാം HALനാണ്. തേജസ് വിമാനങ്ങളുടെ വിതരണത്തിലുണ്ടായ കാലതാമസം വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷിയെ ബാധിച്ചിട്ടുണ്ട്. ഒരേ സമയം ഇത്രയധികം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനിടയിലേക്ക് അതീവ സങ്കീർണമായിട്ടുള്ള AMCA കൂടി നൽകുമ്പോൾ ടൈം ലൈൻ വീണ്ടും വൈകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടിയ കാരണമായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനികളെ കൂടി കൊണ്ടുവരുന്നത്. ഇത്തവണ ടെൻഡർ വിളിച്ചപ്പോൾ കമ്പനികളുടെ ഓർഡർ ബുക്കിലോട് അഥവാ നിലവിലുള്ള ഓർഡറുകളുടെ ഭാരം ഒരു പ്രധാന മാനദണ്ഡമായിരുന്നു. ഒരു കമ്പനിക്ക് അവരുടെ ശേഷിയേക്കാൾ കൂടുതൽ ഓർഡറുകൾ ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റില് മാർക്ക് കുറയുന്ന രീതിയിലായിരുന്നു വ്യവസ്ഥകൾ. ഇതും HALന് തിരിച്ചടിയായി. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ HALന് മാത്രമാണ് നിലവിൽ പ്ലാന്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളത്. സ്വകാര്യ മേഖലയെ വളർത്തിയെടുക്കുന്നതിലൂടെ രാജ്യത്ത് വിമാന നിർമ്മാണത്തിനായിട്ട് രണ്ടാമതൊരു സമാന്തര ലൈൻ കൂടി രൂപപ്പെടും. ഇത് ഭാവിയിൽ പ്രതിരോധ ഉൽപാദനം വേഗത്തിലാക്കാൻ സഹായിക്കും. മാത്രമല്ല സ്വകാര്യ മേഖലയുടെ കാര്യക്ഷമതയും മത്സരബുദ്ധിയും വളരെ പ്രധാനമാണ്. ടാറ്റ, L&T പോലുള്ള വൻകിട ഇന്ത്യൻ കമ്പനികൾക്ക് മികച്ച പ്രോജക്റ്റ് മാനേജ്മെന്റ്, കൃത്യസമയത്ത് ജോലി തീർക്കാനുള്ള കൃത്യത, ആഗോള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവയിലുള്ള പരിചയസമ്പത്ത് AMCയുടെ നിർമ്മാണത്തിന് വേഗത കൂട്ടും. ഒരു സ്വകാര്യ കമ്പനി പ്രധാന കരാർ ഏറ്റെടുക്കുമ്പോൾ അതിന് താഴെ നൂറുകണക്കിന് ചെറിയ ഇന്ത്യൻ കമ്പനികൾക്കും MSMEകൾക്കും അവസരം ലഭിക്കും. ഇത് ഇന്ത്യയിലുടനീളം ഒരു വലിയ വിമാന നിർമ്മാണ ആവാസ വ്യവസ്ഥ, ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്യുന്നതിന് കാരണമാവും. യുദ്ധകാലത്തോ മറ്റ് അടിയന്തര ഘട്ടങ്ങളിലോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല. ഉൽപാദനശേഷി പലയിടങ്ങളിലായിട്ട് വികേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരും. ആദ്യഘട്ട മാതൃകാ നിർമ്മാണത്തിൽ HALനെ മാറ്റി നിർത്തിയെങ്കിലും വിമാനത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും സർക്കാർ സ്ഥാപനങ്ങളുടേതാണ് എന്നത് ഇതിന്റെ നിയന്ത്രണം ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. കൂടാതെ ഭാവിയിൽ വലിയ തോതിൽ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു പുതിയ സ്വകാര്യ പങ്കാളിയുമായിട്ട് HAL സഹകരിക്കാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാൻ പറ്റില്ല. ചുരുക്കത്തിൽ AMCA എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡ്രീം പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് അതിനെ യാഥാർത്ഥ്യമാക്കുക എന്നതിനോടൊപ്പം തന്നെ മാസ് പ്രൊഡക്ഷൻ നടത്തി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.